മറ്റൊരു വാർത്തയിലേക്ക് പോകുന്നത് പുതിയ പോലീസ് മേധാവിയുടെ നിയമനത്തിലെ പ്രതികരണത്തിന് പിന്നാലെ CPIM സംസ്ഥാന കമ്മിറ്റി അംഗം P. ജയരാജന്റെ പ്രതികരണത്തിന് കൈയടിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിന് പിന്തുണ അറിയിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ സമൂഹമാധ്യമ പോസ്റ്റുകൾ നിറയുകയാണ്. എന്നാൽ പുതിയ പോലീസ് മേധാവി നിയമനത്തിൽ തന്റെയും P. ജയരാജന്റെയും ഒരേ നിലപാട് തന്നെയാണെന്ന് പറയുന്ന ആരാണ്? പാർട്ടി സംസ്ഥാന സെക്രട്ടറി M. വി. ഗോവിന്ദനാണ്. സോഷ്യൽ മീഡിയയിലെ പിന്തുണ കാര്യമില്ലെന്നായിരുന്നു P. ജയരാജനെ പിന്തുണച്ച് സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ M. വി. ഗോവിന്ദന്റെ പ്രതികരണം. വാക്കുകൾ കേൾക്കാം. ഒരാൾ സോഷ്യൽ മീഡിയയിൽ പലത് പിന്തുണയും കിട്ടും. പക്ഷേ P. ജയരാജൻ പറഞ്ഞതും ഞാൻ പറഞ്ഞതും എല്ലാവരും പറഞ്ഞത് ഒന്ന് തന്നെയാണ്. എവിടെയോ അവ്യക്തത വന്നിട്ടുണ്ട് എന്നാണല്ലോ പറഞ്ഞോട്. ഏത് അവ്യക്തതയാണ് വന്നത് എന്ന് പറഞ്ഞാൽ കുറ്റമുക്തനാക്കിയത് തീർന്നില്ലേ? അപ്പൊ സംശയം തീർന്നല്ലോ. വ്യക്തത വന്നില്ലേ? ഇനി വ്യക്തത വന്നില്ലേ? വെറുതെ പറഞ്ഞോ. കോടതി അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ മേലെ കയറി വല്ലാതെ രീതിയിലുള്ള വിവാദം ഉണ്ടാക്കേണ്ട വല്ല കാര്യമുണ്ടോ? PJ പറഞ്ഞപ്പോൾ ഒരു കൺഫ്യൂഷനും ഇല്ല, ഞാൻ പറഞ്ഞപ്പോൾ ഒട്ടും കൺഫ്യൂഷനും ഇല്ല. ഇപ്പോഴാണെങ്കിൽ ഒരു കൺഫ്യൂഷനും ഇല്ല. തീർന്നില്ലേ? ശ്രീകുമാരൻ വാർത്തയുടെ അരുൺ പൂപ്പറമ്പ ആ വാർത്തയുടെ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺ, ഇന്നലെ നമ്മൾ എൻകൗണ്ടറിൽ ജെയ്സി തോമസിനോട് ചോദ്യം ചോദിച്ചിരുന്നു. എന്ന് പറഞ്ഞാൽ ഈ രീതിയിൽ അവിടെ എം വി രാഘവനെ കൊല്ലണം എന്ന് ഉറപ്പിച്ചു വന്നതാണ് ഡിവൈഎഫ്ഐക്കാർ. അവർക്ക് നേരെയാണ്, അതുകൊണ്ടാണ് വെടിയുതിർക്കേണ്ടി വന്നത്. എം വി രാഘവനെ വെറുതെ വിടില്ല എന്ന് ഡിവൈഎഫ്ഐക്കാർ തന്നോട് പറഞ്ഞിരുന്നു എന്ന് മൊഴി കൊടുത്ത ഒരാൾ, ഈ പറയുന്ന ഉത്തരവ് കൃത്യമായി നടപ്പാക്കിയ ഒരാൾ, അവർ ഈ രക്തസാക്ഷികളുടെ ചോരയും മാംസവും കയ്യിൽ പറ്റിയിരിപ്പുണ്ട് എന്ന് പണ്ട് CPM ആരോപിക്കപ്പെട്ട ഒരാൾ, ഇടതുപക്ഷം ഭരിക്കുന്ന കേരളത്തിൻ്റെ സംസ്ഥാന പോലീസ് മേധാവിയായിരിക്കും. എങ്ങനെയാണ് JK കൂത്തുപറമ്പ് രക്തസാക്ഷി മണ്ഡപത്തിൽ പോയി ഇനി സത്യസന്ധമായി മുദ്രാവാക്യം വിളിക്കാൻ കഴിയുക എന്ന ചോദ്യം ചോദിച്ചു. JK എന്തൊക്കെയോ പറഞ്ഞു. പക്ഷേ ആ ചോദ്യം ഒരു വൈകാരിക ചോദ്യമാണ്. ആ വൈകാരിക ചോദ്യം വൈകാരിക അർത്ഥത്തിൽ തന്നെയാണ് P. ജയരാജന്റെ പിന്തുണയായി സോഷ്യൽ മീഡിയയിൽ പ്രകടമാകുന്നത്, അല്ലേ അരുൺ? ഹാഷ്മി, DGP നിയമനത്തിലെ വിവാദത്തിന് പിന്നാലെ CPIM അതിനെ വിശദീകരിക്കുന്നത് അല്ലെങ്കിൽ CPIM അതിനെ പ്രതിരോധിക്കുന്നത് ആ ഘട്ടത്തിൽ ഈ കൂത്തുപറമ്പ് വെടിവെപ്പുമായി ബന്ധപ്പെട്ട് അന്വേഷണ കമ്മീഷൻ ഉണ്ടായിരുന്നു. പത്മനാഭൻ നായർ അന്വേഷണ കമ്മീഷൻ അതിൻ്റെ റിപ്പോർട്ട് സമർപ്പിക്കുകയും ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് കോടതിയുടെ അതിൻ്റെ നടപടികൾ, കോടതി വിധി ഉൾപ്പെടെ അതിലുണ്ടായത്. അതിൽ നിലവിലിപ്പോൾ DGP ആയി ചുമതലയേറ്റ റവാഡ ചന്ദ്രശേഖരൻ കുറ്റക്കാരനല്ല എന്നതാണ് പത്മനാഭൻ നായർ കമ്മീഷൻ കണ്ടെത്തുകയും അത് റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തത്. അങ്ങനെ അന്വേഷണ കമ്മീഷൻ, സർക്കാർ നിയോഗിച്ച അന്വേഷണ കമ്മീഷനും കോടതിയും ആ രീതിയിൽ തീർപ്പ് കൽപ്പിച്ചൊരു സംഭവത്തിൽ അല്ലെങ്കിൽ ആ കേസിൽ പിന്നീട് അദ്ദേഹത്തെ സംസ്ഥാന പോലീസ് മേധാവിയാക്കി ഉയർത്തിക്കൊണ്ടുവരുന്നില്ല, അല്ലെങ്കിൽ നിയമിക്കുന്നതിൽ എന്താണ് വിവാദമുള്ളത്, അതിൽ നിലവിൽ ഉന്നയിക്കുന്നുള്ള ആരോപണങ്ങൾ, വിവാദങ്ങളൊക്കെ അതിൽ കഴമ്പില്ല എന്ന ഒരു വിശദീകരണമാണ് CPIM ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വച്ചത് എന്നതാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കണ്ടത്. CPIM സംസ്ഥാന സെക്രട്ടറിയുടെ ഒടുവിൽ വന്ന പ്രതികരണത്തിലും അത് തന്നെയാണുള്ളത്. കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷും ആ കാര്യങ്ങളാണ് ഇന്നലെ വിശദീകരിച്ചത്. പക്ഷേ അത് അണികൾക്കിടയിൽ ആ വിശദീകരണം എത്രത്തോളം ദഹിച്ചിട്ടുണ്ട് എന്ന കാര്യം സംശയമുണ്ട്. നമുക്കറിയാം, കൂത്തുപറമ്പ് രക്തസാക്ഷിത്വം എന്ന് പറയുന്നത് കണ്ണൂർ ജില്ലയിലെ മാത്രമല്ല സംസ്ഥാനത്ത് തന്നെ അണികൾക്കിടയിൽ, CPIMൻ്റെ അണികൾക്കിടയിൽ, DYFIയുടെ പ്രവർത്തകർക്കിടയിൽ വലിയ വൈകാരിക ബന്ധമുള്ള അല്ലെങ്കിൽ വൈകാരിക തലമുള്ള ഒരു സംഭവമാണ്. അതുകൊണ്ട് അതിനെ ഇപ്പോൾ പറയുന്ന ഈ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് അല്ലെങ്കിൽ അന്ന് കുറ്റക്കാരനല്ലെന്ന് കണ്ടെത്തി എന്നൊക്കെയുള്ള വാദങ്ങൾ നിരത്തിയാൽ അത് അണികൾ പൂർണ്ണമായും അത് ദഹിക്കണമെന്നില്ല. അതിൻ്റെ സൂചനകളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ. മാത്രമല്ല അരുൺ, ഇപ്പോൾ ഈ പറയുന്ന നമുക്കല്ല ഇതൊന്നും പണ്ടേ ഉള്ള സംഭവമൊന്നുമല്ലോ. ഇതൊക്കെ ഇപ്പോഴും അവിടെ കിടപ്പുണ്ട്. ഈ ഹക്കീം ബത്തേരി അടക്കമുള്ളവർക്കെതിരെ, ഇപ്പോൾ റവഡ ചന്ദ്രശേഖരൻ അടക്കമുള്ളവർക്കെതിരെ CPMൻ്റെ DYFIയുടെ ഒക്കെ ആരോപണങ്ങൾ അവിടെ തന്നെ കിടപ്പുണ്ട്. ഇനി കോടതി ഇപ്പോൾ M. വി. ഗോവിന്ദ മാഷ് പറയുകയാണ്, കോടതി വെറുതെ വിട്ടു എന്നതിനപ്പുറമുണ്ടോ എന്ന് ചോദിച്ചാൽ, കോടതി കുറ്റക്കാരനെന്ന് കണ്ടെത്തിയ TP കേസിലെ കുഞ്ഞനന്ദൻ്റെ കേസിൽ CPMൻ്റെ നിലപാടെന്തായിരുന്നു? കോടതി പറയുന്ന അതുപോലെ തന്നെ അക്ഷരം പ്രതി അംഗീകരിക്കുക ആയിരുന്നു നിലപാടെന്ന് ചോദ്യം ഉണ്ടാകും. ഇനി കൂത്തുപറമ്പിൻ്റെ കാര്യം തന്നെ എടുത്താൽ, റവഡ ചന്ദ്രശേഖരൻ പറഞ്ഞ അതേ കാരണത്താൽ ഈ പറയുന്ന ഹക്കീം ബത്തേരി, പ്രധാന കാരണക്കാരൻ ഹക്കീം ബത്തേരി ആണെന്ന് പറഞ്ഞ ഹക്കീം ബത്തേരിയും കോടതി ഇതേ കാരണങ്ങളെ കുറ്റമുക്തനാക്കിയിട്ടുണ്ട്. എന്താണ്? ഔദ്യോഗിക കൃത്യനിർവഹണത്തിൻ്റെ ഭാഗമായാണ് വെടിവെപ്പ് എന്ന ന്യായം മുഖവിലേക്ക് എടുത്തുകൊണ്ട്. അപ്പോൾ ഈ വെടിവെപ്പിനൊരു ന്യായീകരണം ഉണ്ട് എന്ന് ഈ പോലീസുകാർ പറഞ്ഞത് ശരിയാണെന്ന് CPIM ഇപ്പോൾ പറയുകയാണ്. തുടങ്ങിയ സങ്കീർണമായ പ്രശ്നങ്ങൾ അതിലുണ്ട്. അതിന് മറുപടി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അരുൺ. ഹാഷ്മി, തീർച്ചയായും അതുതന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ ചർച്ചകൾ ഉയർന്നു വരികയും ചെയ്യുന്നത്. CPMൻ്റെ ആ വിശദീകരണം എത്രത്തോളം നിലനിൽക്കുമെന്ന് നമുക്ക് വരുന്ന ദിവസങ്ങളിൽ തന്നെ കണ്ടറിയേണ്ടതുണ്ട്. ഈ അതിർത്തി എത്രത്തോളം പുകയും എന്നത് ആ നേതൃത്വം അല്ലെങ്കിൽ മറ്റ് നേതാക്കൾ ഇതിലേതെങ്കിലും തരത്തിലുള്ള പരസ്യ പ്രതികരണത്തിൽ പോയിട്ടില്ല. ഇത്തരം നിയമനത്തിന് ശേഷം ഇതിലൊരു അതിർത്തി സ്വരത്തിൻ്റെ സൂചന നൽകിയ പ്രതികരണവും പരാമർശവും ഉണ്ടായത്
CPIM സംസ്ഥാന കമ്മിറ്റി അംഗമായിട്ടുള്ള പി ജയരാജന്റെ ഭാഗത്താണ്. കണ്ണൂരിലെ മുതിർന്ന നേതാവാണ് ആ പി ജയരാജൻ. അത് തുറന്ന് പറഞ്ഞില്ലെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ അന്നത്തെ പ്രതികരണത്തിൽ കൃത്യമായി തന്നെ അതിൽ അതൃപ്തിയുണ്ട്. അത് വിശദീകരിക്കേണ്ടത് സർക്കാരാണെന്ന തലത്തിലുള്ള പ്രതികരണം പി ജയരാജന്റെ ഭാഗത്തുണ്ടായിട്ടുണ്ട്. ആ പി ജയരാജന്റെ പരാമർശത്തിനും പ്രതികരണത്തിനും വലിയ കയ്യടിയും സ്വീകാര്യതയും അതിന് വൈകാരികമായി അതിനോട് പ്രതികരിക്കുകയാണ് ആ CPIMന്റെയും DYFIയുടെയും അണികൾ എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. മറ്റു നേതാക്കൾ നിലവിൽ ഈ പാർട്ടിയുടെ നിലവിൽ പാർട്ടി വിശദീകരിച്ചിട്ടുള്ള പാർട്ടി ആ വാദത്തിനൊപ്പം നിൽക്കുക എന്നതിനപ്പുറത്തേക്ക് അത് നമുക്കറിയാം CPIMന്റെ ഒരു രീതി അത് ഉണ്ടാകാൻ സാധ്യത വളരെ കുറവാണ്. ഇനിയിപ്പോൾ പി ജയരാജൻ ആയാൽ പോലും ഇനിയിപ്പോൾ പ്രതികരിക്കുന്ന ഘട്ടത്തിൽ അന്ന് പറഞ്ഞ അതേ നിലപാട് സ്വീകരിക്കണമെന്നില്ല. പക്ഷെ അന്ന് അദ്ദേഹത്തിൻ്റെ അതൃപ്തി സൂചനയായി പറഞ്ഞു പോയി. ഒരുപക്ഷെ ഇനിയിപ്പോൾ പ്രതികരിക്കുമ്പോൾ അത് മാധ്യമങ്ങൾ തെറ്റായി ചിത്രീകരിച്ചതാണെന്ന് പറയേണ്ടി വരും. കാരണം പൂർണ്ണമായും പാർട്ടിയെ തള്ളിപ്പറഞ്ഞുകൊണ്ട് പി ജയരാജനും മുന്നോട്ട് പോകാൻ കഴിയില്ല. പക്ഷേ അദ്ദേഹം ആ നിയമനത്തിന് ശേഷം അല്ലെങ്കിൽ ഈ വിവാദത്തിൽ ആദ്യമായി വന്ന പ്രതികരണത്തിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾക്ക് അണികൾക്കിടയിൽ വലിയ സ്വീകാര്യത ലഭിക്കുന്നു എന്നതിന്റെ സൂചനയാണ്. അരുൺ, എന്തായാലും ഈ ഇത് കൂത്തുപറമ്പ് എന്ന് പറയുന്നത് CPIMന്റെ ഏറ്റവും ചുരുങ്ങിയ പക്ഷം, ഇനി എത്ര ടൈം ഹീൽ, എത്ര കാലക്രമേണ മുറിവുകൾ മറിക്കപ്പെടും എന്നൊക്കെ പറഞ്ഞാൽ പോലും ഏറ്റവും ചുരുങ്ങിയ പക്ഷം കണ്ണൂരിലെ സഖാക്കൾക്കെങ്കിലും അത് വൈകാരിക പ്രശ്നമായി നിൽക്കുന്നുണ്ട്. അവിടെ ആ വൈകാരിക പ്രശ്നങ്ങൾക്ക് മുകളിൽ കോടതി വെറുതെ വിട്ടതല്ലേ, അല്ലെങ്കിൽ കോടതി കുറ്റക്കാരനെന്ന് കണ്ടെത്തിയില്ലോ എന്ന വാദങ്ങളൊന്നും മുഖവിലക്കേ പോവില്ല. അത് CPIMന് വളരെ നന്നായിട്ട് അറിയാവുന്നതാണ്. അതുകൊണ്ടാണ് PJക്ക് കിട്ടുന്ന PJ പറയുന്നത് ഇതൊക്കെ വലതുപക്ഷ മാധ്യമങ്ങൾ ഉണ്ടാക്കിയതാണെന്ന് പറയുമ്പോൾ പോലും PJക്ക് കിട്ടുന്ന പിന്തുണയ്ക്ക് കാരണം എന്താണ് എന്നുള്ള കാര്യം ആ വൈകാരികത തന്നെയാണ്. അത് CPIMന് അറിയാത്തതല്ല. പിന്നെ എന്താണ് വഴി, അല്ലേ?